ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനോട് കുറച്ചുകൂടി സിമിലർ ആയിട്ട് നിൽക്കുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. നമ്മളിവിടെ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കാൽക്കുലസ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ കുറിച്ചിട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒരു റിയൽ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ റേഞ്ച്, ആ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? വെക്ടർ വാല്യൂഡ് വെക്ടേഴ്സിലേക്കായിരുന്നു അല്ലെ? ഇപ്പോൾ ആറിന് R2ലേക്കും ആറിന് R3ലേക്കുമുള്ള ഫംഗ്ഷൻ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ കണ്ടു, അവിടെ നമ്മൾ XY ആണ്, എക്സ് കമ്പോണന്റ് ഫംഗ്ഷനും വൈ കമ്പോണന്റ് ഫംഗ്ഷനും സെഡ് കമ്പോണന്റ് ഫംഗ്ഷനും അല്ലെ സെപ്പറേറ്റ് ആയിട്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് സെഡ് കമ്പോണന്റ് പറഞ്ഞിട്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡൊമൈൻ മൾട്ടി വേരിയബിൾ ആയിരിക്കും. അത് ഒരു വേരിയബിളിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒന്ന് കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആവില്ല. ആറിലാകെ ഒറ്റ ഫംഗ്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വേരിയബിളെ നമുക്ക് ആറിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് R2 R3 ആയിരിക്കും നമ്മളുടെ എന്ത് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ R2 R3 ആവുന്നു. അപ്പോൾ ശരിക്കും മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഫ്രം R2 R3 അല്ലെ R2 R2 R4 ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ പറയുക. അപ്പൊ നമുക്ക് കുറച്ച് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷൻ R2 Rലേക്കോ അല്ലെങ്കിൽ R2 R3 Rലേക്കുള്ള ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ഇവിടെ കാണുന്നത്. ഇപ്പം ഇതിന്റെ റേഞ്ച് ആറാക്കി എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പം ഫംഗ്ഷൻ ഫ്രം R2 R3ലേക്കുള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ R3 3 F1 F2 F3 എന്ന് പറഞ്ഞിട്ട് 3 ഫംഗ്ഷനെ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുക 3 ഫംഗ്ഷൻ. ആ 3 ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആകെ എന്ത് കൺസിഡർ ചെയ്താൽ മതി? നമ്മൾ ഡൊമൈന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഫ്രം R2 Rലേക്കോ അല്ലെങ്കിൽ R3 Rലേക്കോ ആയിരിക്കും. അപ്പോ അങ്ങനെ പറയുന്നതുകൊണ്ട് അപ്പോൾ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എല്ലാം R2 Rലേക്കാണ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിലബസിൽ R2 Rലേക്കുള്ള നമ്മളുടെ ഫംഗ്ഷനെ മാത്രമേ നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കാൽക്കുലസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ കാൽക്കുലസ് പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ നമ്മൾ എന്തായിരിക്കും? അപ്പോൾ എന്താണ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഒന്നുമില്ല. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് n-tuple ആയിരിക്കും. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പോൾ XYZ ആണെങ്കിൽ ആ ഒരു XYZ എന്ന പോയിന്റിനെ നമ്മൾ ഒറ്റ കോർഡിനേറ്റിലുള്ള ആറിലെ ഏതെങ്കിലും ഒരു സെറ്റ് എന്നൊരു പോയിന്റിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുന്നു. ടു വേരിയബിൾ കേസ് ആണെങ്കിൽ XY എന്ന് പറയുന്ന രണ്ട് വേരിയബിളിനെ നമ്മൾ ഒരൊറ്റ സിംഗിൾ എലമെന്റിലേക്കായിരിക്കും നമ്മൾ മാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിളിനെ കുറിച്ച് ഡെഫിനേഷൻ പറയുന്നുണ്ട്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് several independent real variable are defined in ways similar to that of single variable function. Single variable function ഡിഫൈൻ ചെയ്യുന്ന സിമിലർ വേൽ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഹിയർ ദ ഡൊമൈൻസ് ആർ സെറ്റ്സ് ഓഫ് ഓർഡേർഡ് പെയർ. ഓക്കെ, അപ്പോൾ അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടു വേരിയബിളിന്റെ കേസാണ് പറയുന്നത്. R2 Rലേക്കാണ്. അപ്പോൾ ഓർഡേർഡ് പെയർ ആയിരിക്കും. ഓർഡേർഡ് പെയറോ അല്ലെങ്കിൽ ട്രിപ്പിൾസോ. R3ന്റെ കേസ് ആണെങ്കിൽ ട്രിപ്പിൾസോ ആയിരിക്കും എന്ത് വരിക, n-tuple പറയുന്ന മാതിരി ഏതെങ്കിലും n-tuple ആയിരിക്കും. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും റിയൽ നമ്പർ ആയിരിക്കും. അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിലൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് എൻ്റെ ഗ്രാഫിക്കൽ പ്രോപ്പർട്ടീസ് സാധനങ്ങളൊക്കെ പറയും. അതിന്റെ കുറച്ച് ടേമുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്
സെവറൽ വേരിയബിൾ ആണല്ലോ, അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് അതിൻ്റെ ഇൻറ്റഗ്രേഷനിലേക്ക് നമ്മൾ സാവകാശം അതിലേക്കാണ് പോവുക. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R2 ആയിരിക്കും അല്ലേ? അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് R. അപ്പോൾ XY എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ്, അപ്പോൾ XY എന്ന് പറയുന്ന ഒരു എലമെന്റിന് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറിൽ ഏതെങ്കിലും ഒരു സിംഗിൾ എലമെന്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f(xy) എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സും വൈയും എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് മാപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റിയൽ നമ്പറിലേക്കായിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് എന്ത് പറയുക? നമ്മളുടെ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ ആയിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ, ഒരു ആറിലെ വാല്യൂ ആയിരിക്കും. അതിന് നമ്മൾ അപ്പോൾ സെഡ് എന്നാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിനെ സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. സെഡ് എന്ന് പറയുന്നത് ആറിലെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെഡ് ഈസ് ഈക്വൽ ടു f(xy) എന്ന് പറഞ്ഞ നമ്മളെ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഏതൊരു ഓർഡേർഡ് പെയറിലെ ഏതൊരു എലമെന്റിനും നമ്മൾ സെറ്റ് ഒരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ഒരു റിയൽ നമ്പറിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ എക്സും വൈയും ആണ് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന, എക്സും വൈൻ്റെ വാല്യൂക്ക് അനുസരിച്ച് സെഡ് മാറില്ലേ. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ആ കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിളിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെഡ് ഈസ് ഈക്വൽ f(xy). അപ്പോൾ നമുക്ക് XY ഈച്ച് ഓർഡേർഡ് പെയർ XY എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ആണല്ലോ ഇത്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് എന്നൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും ചോദിച്ചാൽ നമുക്ക് R2 XY ഒരു പ്ലെയിൻ ആയിരിക്കുമല്ലേ R2 എന്ന് പറഞ്ഞാൽ. അവിടെ ഏതൊരു പോയിന്റ് XY എന്ന് പറഞ്ഞ ഓരോ പോയിന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് ആർത്ത് ഒരു വാല്യൂ ആണ്. അപ്പൊ നമ്മൾ മാപ്പ് ചെയ്യുന്ന റേഞ്ചിന് നമുക്ക് സെഡ് ആക്സിസ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മളെ ഡൊമൈൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ ആയിരിക്കും. അപ്പൊ അതിൽ ഓരോ പോയിന്റും ഓർഡേർഡ് പെയർ ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് അതിന്റെ റേഞ്ച്, അപ്പൊ ഓരോ ഈച്ച് XY നമ്മൾ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുമല്ലോ അല്ലെ. ആ ഒരു XY ഒറ്റ റിയൽ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക് ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുള്ളൂ, അത് ഫംഗ്ഷൻ ആയിട്ടുണ്ടോ അല്ലെ. അപ്പൊ ഈച്ച് ഓർഡർ പെയർ നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ എന്തുണ്ടാവും? ഒരു റേഞ്ചിൽ ഒരു റിയൽ നമ്പർ ഉണ്ടാവും. ആ റിയൽ നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് സെഡ് ആക്സിസിലാണ്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിളിനെ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു 3D നമ്മളെ XYZ പ്ലെയിനിലെ ഒരു സർഫേസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ ഫംഗ്ഷൻ f(xy) ആണ് അല്ലെ. അപ്പൊ ഈച്ച് XYക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ ഗ്രാഫ് നമുക്ക് ഫോം ചെയ്യാമല്ലോ അല്ലെ. ഒരു 3D ഗ്രാഫ് നമുക്ക് ഫോം ചെയ്യാൻ ഓരോ വാല്യൂ ഓഫ് XYക്കും നമുക്ക് അവിടെ ഒരു സെറ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് അവിടെ ഒരു 3D ഒരു സ്ട്രക്ചർ കിട്ടും, 3D ഒരു സർഫേസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്തിനെ നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിളിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? നമ്മളെ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ സെറ്റ് ഈസ് ഈക്വൽ f(xy) സർഫേസ് ഇൻ 3 സ്പേസ് ആണ്. ഞാനിപ്പം പറഞ്ഞ കാര്യം തന്നെ അല്ലെ. അപ്പോ നമുക്ക് ഗ്രാഫ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന മനസ്സിലായി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? XYക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു അല്ലെ. ഇനി നമുക്ക് ഈ സെറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ലെവൽ കേർവ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് f(xy) എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈന്റെയും ടേമിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും ഈക്വൽ ടു C എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പർട്ടിക്കുലർ, അപ്പോൾ കറസ്പോണ്ടിങ് ആ സിക്ക് നമുക്ക് എന്തുണ്ടാവാൻ പറ്റും? നമുക്ക് ആ XY പ്ലെയിനിൽ ഒരു ഗ്രാഫ് കിട്ടും, ഒരു കേർവ് കിട്ടും. ആ കേർവിനെയാണ് നമ്മൾ ലെവൽ കേർവ് ഓഫ് എഫ് അറ്റ് C എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെഡ് ഈസ് ഈക്വൽ f(xy) ആണ് നമ്മളുടെ ഫംഗ്ഷൻ. ആ സെറ്റിന് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ C എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കേർവ് കിട്ടും. നമ്മുടെ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ എങ്ങനെ കേർവ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ കേർവ് കിട്ടുന്നതിന് നമ്മൾ ലെവൽ കേർവ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 3D കുറച്ചും കൂടി എളുപ്പമുണ്ട്. സോറി, ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ ആണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിളിന്റെ കേസിലാണ് അവിടെ ലെവൽ സർഫേസ് എന്നാണ് പറയുക. അതിന് കുറച്ചും കൂടി അപ്ലിക്കേഷൻ ഉണ്ടാവും. കാരണം ആ നമ്മുടെ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടക്കില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ലെവൽ കേർവ്സ് ഓഫ് എഫ് അല്ലെ. നമ്മളെ സെറ്റ് ഈസ് ഈക്വൽ f(xy) ആണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മൾ മൾട്ടിവേരിയബിൾ ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളും ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിളും ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ നമ്മൾ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെഡിന് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ സി എന്നൊരു ഇക്വേഷൻ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന കേവിനെയാണ് നമ്മൾ എന്ത് പറയാ, ലെവൽ കേവ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേവ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ സി ഫോർ എ സ്യൂട്ടബിൾ സി, അങ്ങനെയുള്ള കേവ്സ് നമ്മൾ ലെവൽ കേവ്സ് ഓഫ് എഫ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇല്ലുസ്ട്രേറ്റ് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ഈസ് ഈക്വൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈച്ച് എക്സ് വൈ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ കിട്ടുമല്ലോ, കാരണം എക്സിനും വൈക്കും അവിടെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സെറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ നമ്മുടെ സെറ്റ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മളുടെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക, 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഏതൊരു വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നെഗറ്റീവ് ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന ഓർഡർ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത് 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ എക്സ് സ്ക്വയറും പോസിറ്റീവ് ആണ്, വൈ സ്ക്വയറും പോസിറ്റീവ് ആണ്. അപ്പൊ എന്തായി, 100 എന്നൊരു പോസിറ്റീവ് വാല്യൂ മൈനസ് ചെയ്യുന്ന പോലെ അല്ലേ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 100 എന്നൊരു പോസിറ്റീവ് വാല്യൂ മൈനസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ആദ്യം ചർച്ച ചെയ്യാം, എന്നിട്ട് ഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ 100 എന്നൊരു പോസിറ്റീവ് വാല്യൂ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെറ്റ് ആക്സിസിലാണ് നമ്മൾ റേഞ്ച് എടുക്കുന്നത്. അപ്പൊ ആ റേഞ്ച് എന്ന് പറയുന്നത് അല്ല, നമ്മളെ സെറ്റ് ആക്സിസിലെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും 100ന് മേലെ പോവില്ല. കാരണം നമ്മൾ 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, വൈ സ്ക്വയറും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ റേഞ്ചിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും, അതെന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് 100നെക്കാട്ടും ചെറുതായിരിക്കും. റേഞ്ചിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്തായിരിക്കും, 100 ആണ്. അത് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് 100 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് വൈ സ്ക്വയർ ഓൾവേസ് 0നെക്കാട്ടും വലുതായിരിക്കും. സ്ക്വയർ ടേമുകളാണല്ലോ പ്ലസ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം 0 എക്സും വൈയും 0 ആവുന്ന ഒറിജിനിൽ മാത്രമേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 ആവുള്ളൂ അല്ല, നെഗറ്റീവിലേക്ക് പോവില്ല. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 100നെക്കാട്ടിലും ചെറുതായ റിയൽ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ പോയിന്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫിക്കലി പറയാം അല്ലെ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, ഇതാ നമ്മൾ പരാബോളോയിഡ് എന്നാണ് പറയാം. നമ്മളെ ഒരു കോഴിമുട്ടേന്റെ നടുമുറിച്ച പോലുള്ള ഒരു ഫോമിലാണ് നമുക്ക് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ മാക്സിമം വാല്യൂ എപ്പോഴും 100 ആയിരിക്കും വരിക. അതൊക്കെ ഇതിന്റെ ലെവൽ കേവ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ഗ്രാഫിക്കലി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് എഫ് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും 100നെക്കാട്ടിലും ചെറുതായിരിക്കും അല്ലേ. ഇതിനുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്, ഈ ഗ്രാഫിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാബോളോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെറ്റ് ഈസ് ഈക്വൽ 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ 100ന് പകരം വേറെ ഏത് റിയൽ നമ്പർ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം സ്മോൾ അല്ലാത്ത വലിയ റിയൽ നമ്പർ നമുക്ക് വൃത്തിയിൽ എന്ന് പറയാം, അതൊരു പാരാബോളോയിഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പാരാബോളോയിഡ് എന്ന് പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 100ന് മേലെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്ന ഈ ഗ്രാഫ്, നമ്മളുടെ ഡൊമൈനിലെ എലമെന്റ് നമ്മൾ ഈ എക്സ് വൈ പ്ലെയിനിലാണ് അല്ലെ. ഇത് നമ്മൾ ഈ എക്സ് വൈ പ്ലെയിനിലാണ് നമ്മളെ ഡൊമൈനിലെ എലമെന്റ്സ് ഇരിക്കുന്നത്. ഇതിൽ ഈച്ച് പോയിന്റ് എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റിൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 3D എക്സിനും വൈനും സെറ്റിനും പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, അത് 3D നമുക്ക് പ്ലോട്ട് ചെയ്യാലോ. അങ്ങനെ നമുക്ക് ഗ്രാഫ് കിട്ടാം. അപ്പൊ ആ പരിപാടി ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഗ്രാഫിക്കലി റെപ്രസെന്റ്, അപ്പൊ ഈ ഒരു എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് നമ്മളെ എന്തുണ്ട്, നമ്മളെ ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈനിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റേഞ്ചിൽ നമുക്ക് മാപ്പ് ചെയ്യാം. ആ മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ് നമുക്ക് സെറ്റും കിട്ടി. അപ്പൊ നമുക്ക് എക്സ് വൈ സെറ്റ് പോയിന്റ് കിട്ടി നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് കുറച്ച് ലെവൽ കേവ് എന്താ ലെവൽ കേവ് ഓഫ് ഒരു നമ്മൾ ഇക്വേഷൻ എന്താ പർട്ടിക്കുലർ സീക്കില്ലേ നമ്മളിവിടെ ഒരു സെറ്റ് ഈസ് ഈക്വൽ ടു സി ഒരു കോൺസ്റ്റന്റ് സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കേവ്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ സി ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതല്ല സെറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു, സോറി, സെറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരുമ്പോൾ 0 അതിന്റെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ 100 നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. എവിടെ അറ്റ് പോയിന്റ് ഒറിജിൻ 0 0 ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ആർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ റേഡിയസ് ആർ ആയിട്ട് ഒറിജിൻ 0 വരയ്ക്കുന്ന ഒരു സർക്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആണ്. നമ്മുടെ ആർ സ്ക്വയർ ആണ് 100. അപ്പോൾ ആർ 10 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ലെവൽ കേവ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷന്റെ ലെവൽ കേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് origin and radius is equal to 10. ഓക്കെ, സിമിലർലി അപ്പോൾ സ്യൂട്ടബിൾ സിക്ക് അനുസരിച്ച് നമുക്ക് ലെവൽ കേവ് ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ സി ഈസ് ഈക്വൽ ടു ഞാൻ 51 എടുത്തു. സി ഈസ് ഈക്വൽ 51 എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ 51 100 ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 75 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 75 കിട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ 51, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 75 എന്ന് പറഞ്ഞ രണ്ട് കേവ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 51 എടുത്തു കഴിഞ്ഞാൽ 100 മൈനസ് 51 നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 വരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എളുപ്പത്തിൽ പറയാനാണ് കേട്ടോ, അല്ലാതെ സി എന്താണ് ലെവൽ കേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂട്ടബിൾ സിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സിക്ക് നമുക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആദ്യം 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ 100 നമുക്ക് വൃത്തിയിലുള്ള സർക്കിളിനെ കുറിച്ച് പറയാം. ഇവിടെ 51 കൊടുത്തിരിക്കുന്നത് എന്താണ്? 51 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 എന്നാണ് വരിക. 49 7 സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ റേഡിയസ് 7 ആണ്, നമ്മുടെ ഒറിജിൻ 0 0 ആണ്. സിമിലർലി 75 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്നാണ് വരിക. അവിടെ എന്താണ്? അവിടെ നമ്മുടെ ലെവൽ കേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറിജിൻ 0 0 ആയിട്ട് റേഡിയസ് 5 വരയ്ക്കുന്ന ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇനി ലെവൽ കേവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 100ന്റെ ലെവൽ കേവ് എന്ന് പറയുന്നത് ഇവിടെ 100 ക്യാൻസൽ ആയി പോയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 വരും. അങ്ങനെ തന്നെ ഒറിജിനും റേഡിയസും 0 ആയിട്ട്, അതായത് ഒറിജിനിൽ ആ 0 0 എന്ന പോയിന്റ് മാത്രമായിരിക്കും നമ്മൾ ലെവൽ കേവിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഏതൊരു ഫംഗ്ഷനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ മൾട്ടി വേരിയബിൾ ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു ഗ്രാഫിക്കലി അത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇതാണ് എന്ത്? സെറ്റ് ഈസ് ഈക്വൽ 25 എന്ന് 75 എന്ന് പറയുന്ന ലെവൽ കേവ്. ഓക്കെ, സെറ്റിന് 25 എടുത്തു കഴിഞ്ഞാൽ 75 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 വരുമ്പോൾ സെറ്റ് ഈസ് ഈക്വൽ 5 അവിടെ ഓക്കെ സെറ്റില് 75 സെറ്റ് ഈസ് ഈക്വൽ 75 വരും. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ഉണ്ട് അവിടെ അത്ര ലെവൽ കേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ 5 0 0 ഒറിജിനിൽ ഇവിടെ ഓക്കെ എക്സ് വൈ പ്ലെയിനിൽ 0 0 ഒറിജിൻ വന്നിട്ട് സെറ്റ് 75 പോയിന്റ് നമുക്ക് എന്ത് വരും? എക്സ് വൈ പ്ലെയിനിൽ 5 റേഡിയസ് ഉള്ള ഒരു 5 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആയിരിക്കും വരിക. ഓക്കെ, അതിന്റെ ലെവൽ കേവിന്റെ സാധനം ഗ്രാഫിക്കലി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, നമുക്ക് ഗ്രാഫിക്കലി ഇന്റർപ്രിട്ടേഷൻ നൽകാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെയാണ് നമ്മളെ ഒരു ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ. വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ R2 നിന്ന് R ഇവിടെ R3 നിന്ന് R ആയിരുന്നു. ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫംഗ്ഷൻ ഓഫ് 3 or more variables are defined analogously to function of 2 variables പോലെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമ്മളുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കും. എന്നിട്ട് അതിനെ മാപ്പ് ചെയ്യുന്ന ആറിലേക്കായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് നമ്മളെ ഡൊമൈൻ തന്നെ XY പ്ലെയിൻ വന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാവുന്നത് ഇതുകൊണ്ടാണ്. കാരണം നമ്മൾക്ക് XY
നമുക്ക് പ്ലെയിനിലെ ഡൊമൈൻ ഡിഫൈൻ ചെയ്തിട്ട് റേഞ്ച് നമ്മൾ സെറ്റ് ആക്സിസിലേക്ക് കൊണ്ടുവന്നിട്ടായിരുന്നു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ഡൊമൈനിൽ തന്നെ എക്സ് വൈ സെറ്റ് പ്ലെയിൻ വന്നു. പിന്നെ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 4D കൊണ്ടുവരണം. അതും നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചേ പറ്റുള്ളൂ അല്ലെ. നമുക്കൊരു നമ്മളൊരു വരച്ചുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും നേരത്തെ സെറ്റ് ഈസിക്കൽ എഫ് ഓഫ് എക്സ് വൈ പറഞ്ഞ പോലെ ഇവിടെ എന്തായിരിക്കും, നമുക്ക് ഡബ്ല്യു ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്നാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഈ എക്സ് വൈ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു എന്ന് പറഞ്ഞ റിയൽ നമ്പർ നമുക്ക് അവിടെ ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 3 വേരിയബിൾ ഒരു ഫംഗ്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു സി. നമ്മൾ നേരത്തെ ലെവൽ കേവ് പറഞ്ഞ പോലെ ലെവൽ സർഫേസ് പറയാൻ പറ്റൊന്നുമില്ല. നമുക്ക് അവിടെ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്യൂട്ടബിൾ സി കൊടുക്കാം. ആ സ്യൂട്ടബിൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈ സെറ്റ് ഡിപ്പെൻഡ് ചെയ്ത് സി ഇതൊരു എന്തായിരിക്കും, ഒരു സർഫേസിന്റെ ഇക്വേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ഇതിനെ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താണോ അത് എക്സും വൈയും സെറ്റും ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതിന് ഈക്വൽ ഒരു കോൺസ്റ്റന്റ് എന്ന് കൊടുത്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് എന്ത് വരയ്ക്കാൻ പറ്റും, ലെവൽ സർഫേസ് വരയ്ക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ലെവൽ കേവ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലെവൽ സർഫേസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം എന്ന് പറയുന്നത് sketch the graph and sum of the level curves of the function f of xy is equal to x square plus y square. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ് അല്ലേ. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ is equal to x square plus y square ആണ്. അപ്പൊ x square plus y square കണ്ടാൽ തന്നെ നമുക്ക് എന്ത് വരും മനസ്സിലേക്ക്, നമ്മുടെ സർക്കിൾ വരും അല്ലെ. 0 0 സെന്റർ ആയിട്ടുള്ള സർക്കിൾ ആയിരിക്കും വരും മനസ്സിൽ. അപ്പൊ ഇതിന്റെ എന്താണ് ലെവൽ കേവ്സ് ആണ് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെറ്റ്. അപ്പൊ അതിന്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും വരിക, സർക്കുലർ പരാബോയിഡ് എന്നാണ് വരിക. കറസ്പോണ്ടിങ് നമുക്ക് എക്സും വൈക്കും അനുസരിച്ച് നമുക്ക് ശരിക്കും നോക്കുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് നമുക്ക് ആ സെറ്റ് കിട്ടുന്നത് അനുസരിച്ച് റൂട്ട് സെറ്റ് റേഡിയസ് ആയതുകൊണ്ട് ഓരോ സർക്കിൾ ആണ് ഇങ്ങനെ വരിക. അത് നമ്മൾ ശരിക്കും നമ്മൾ ഏത് ഫോമിലേക്ക് വരും, നമ്മളുടെ സർക്കുലർ പാരാബോയിഡ് ഫോമിൽ ഇതിന്റെ ഒരു ഈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ സെഡ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മളെ സർക്കുലർ പാരാബോയിഡിന്റെ മോഡലാണ് വരിക അല്ലെ. നമ്മളെ ഇത് ഡൊമൈൻ നമ്മൾ ഇവിടെയാണ് എടുക്കുക, നമ്മളെ എക്സ് വൈ പ്ലെയിനിലാണ് എടുക്കുക. ഓക്കെ, നമ്മളെ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ എടുക്കും. ഇതായിരിക്കും ഇനി കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന നമ്മളുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെറ്റ് ആക്സിസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ എക്സ് വൈ സെറ്റ് 3 പോയിന്റുകൾ കിട്ടും. കറസ്പോണ്ടിങ് എക്സ് വൈക്ക് ഒരു സെറ്റ് എന്ന പോയിന്റ് കിട്ടും. ഇനി നമുക്ക് കിട്ടിയാണ്ടാവും ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ സെറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റിന്റെ പോയിന്റ് മാറുന്നതനുസരിച്ച് ആ സെറ്റ് 0 0 എന്ന പോയിന്റിന് സെന്റർ ആക്കിക്കൊണ്ട് എക്സ് വൈ പ്ലെയിനില് നമുക്ക് ഓരോ റൂട്ട് സെറ്റിന്റെ റേഡിയസിൽ നമുക്ക് ഓരോ സർക്കിൾ ഇങ്ങനെ കിട്ടും. ഈ സർക്കിൾ ഇങ്ങനെ എന്താ സെറ്റ് വലുതാനുസരിച്ച് ഇതിന്റെ ഒരു സർക്കിളിന്റെ റേഡിയസ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സർക്കുലർ പരാബോയിഡിന്റെ ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ വരിക. അപ്പൊ നമുക്ക് ലെവൽ കേവ്സ് പിന്നെ അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽസ് ആണ് പറഞ്ഞു കഴിഞ്ഞു. നമ്മളോട് ഇവിടെ പിന്നെ പറഞ്ഞത് സ്കെച്ച് ദ ഗ്രാഫ് ആൻഡ് സം ഓഫ് ദ ലെവൽ കേവ്സ്. അപ്പൊ നമ്മൾ ഗ്രാഫ് ഡിസ്കസ് ചെയ്ത് ഇതിന്റെ ലെവൽ കേവ്സ് ആണ് അല്ലെ. സെറ്റിന് ഓരോ വാല്യൂ വരുന്നതനുസരിച്ച് എന്താ സെറ്റ് ഈസിക്കൽ 0 എന്ന 0 എന്ന പോയിന്റ്, സെറ്റ് ഈസിക്കൽ 1 ആണെങ്കിൽ എന്താ വരിക, സെറ്റ് ഈസിക്കൽ 1 ആണെങ്കിൽ 1 റേഡിയസ് 0 0 ഒറിജിൻ ആയിട്ട് 1 റേഡിയസിൽ ഒരു സർക്കിൾ ആണ് വരിക. ഓക്കെ, സിമിലർലി സെറ്റ് ഈസിക്കൽ 4 ആണെങ്കിൽ എന്ത് വരും, 0 0 റേഡിയസിൽ 0 0 സെന്ററിൽ ഒറിജിൻ ആയിട്ട് നമ്മളുടെ എന്ത് റേഡിയസ് റൂട്ട് 4 2 ആയിട്ടുള്ള സർക്കിൾസ് ആണ് ഇതിന്റെ ലെവൽ കേവ്സ് വരിക. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നോക്കാം. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ തന്നെ ആയിരിക്കും വരിക. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു സർക്കിളിന്റെ ടച്ച് വരും. അപ്പൊ നമുക്ക് ലെവൽ കേവ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതായിരിക്കും എളുപ്പമുള്ള ഇക്വേഷൻ ആയിട്ട് വരാം. പിന്നെ ഡിസ്ക്രൈബ് ദ ലെവൽസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ ലെവൽ സർഫേസ് ഓഫ് ദ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെറ്റ്. ഇവിടെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ലെവൽ കേവ്സ് ആണ്. ഇതൊരു ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആണ്. അതിന് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന പ്ലോസിബിൾ അല്ല, പക്ഷെ അതിന്റെ ലെവൽ സർഫേസ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നോക്കാം. അപ്പൊ ലെവൽ സർഫേസ് ആണ് എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു ഒരു സ്യൂട്ടബിൾ സി കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ചാണ് ലെവൽ സർഫേസ് പറയാം. അപ്പൊ നമ്മൾ സ്യൂട്ടബിൾ സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സി നോട്ട് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടും.
ഇവിടെ നമുക്ക് സെറ്റിന് അങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസിക്കൽ ടു സി സെറ്റ് ആയിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ, എക്സും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ സി സെറ്റിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, പാരാബോളോയിഡിനെ പോലെ തന്നെയാണ് ഇക്വേഷൻ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെവൽ കേഴ്സ് നമ്മളൊന്നും കാര്യമായിട്ടൊന്നും ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒന്ന് എന്താണ് നമ്മളുടെ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ, അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഇതിന്റെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളും 3 വേരിയബിളും വെച്ചിട്ടാണ്. നമുക്കറിയാം മൾട്ടി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് 100 വേരിയബിൾ ആയാലും n വേരിയബിൾ ഒക്കെ ആയാലും എന്താണ്, ഫംഗ്ഷൻ ഓഫ് മൾട്ടി വേരിയബിൾ ആണ്. അപ്പൊ നമ്മളുടെ ഒരു ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളിപ്പോഴും R2 എന്നും R3 എന്നും Rലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കി. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ലെവൽ കേഴ്സും ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ നമുക്ക് എന്തായിരുന്നു, ലെവൽ സർഫേസും, ഇങ്ങനത്തെ 3 പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ എന്തിലേക്ക്, കാൽക്കുലസിലേക്കാണ് കിടക്കേണ്ടത്. ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവും ഇതിന്റെ നമ്മളുടെ പാർഷ്യൽ ഡെറിവേറ്റീവും നമ്മുടെ ഇന്റഗ്രേഷൻ, ഇതിന്റെ കാൽക്കുലസ് പാർട്ടിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.